ആസിഫ്, ഇപ്പോൾ കുതിപ്പിനൊപ്പം കിതപ്പിനും മറുപടി പറയേണ്ടി വരില്ലേ എന്നുള്ളതാണ് ശ്രീകുമാർ ചോദിക്കുന്നത്. ഈ വികസന കുതിപ്പിന് വേണ്ടി തുടങ്ങിയ കിഫ്ബി അതിന് നിലനിൽപ്പിന് വേണ്ടി തന്നെ ഇപ്പോൾ ടോൾ പിരിക്കാൻ തുടങ്ങുകയാണല്ലോ. അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. കുടിശ്ശികൾ തുടരുന്നു, ഈ ക്ഷേമനിധി പെൻഷൻ മുഴുവൻ പേർക്കും കൊടുക്കാൻ കഴിയാതെ വരുന്നു തുടങ്ങിയ കുറേ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുകയാണല്ലോ. ഇവിടെ നമ്മൾ കാണേണ്ടതേ, നേരത്തെയൊക്കെ കോൺഗ്രസ് കേരളം ഭരിക്കുന്ന സമയത്ത് കേന്ദ്രവും കേരളവും ഒക്കെ ഒരുമിച്ച് അവർ ഭരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഇവിടുന്ന് 3-4 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള സാഹചര്യം അതല്ലാന്നേ. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. പ്രതികാരത്തോടുകൂടി BJP ഇതര സംസ്ഥാനങ്ങളോട് ഇടപെടുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് രാജ്യത്തുള്ളത്. അവിടെയാണ് ബദലുകൾ ഉയർത്തി പ്രതിരോധ കോട്ട തീർത്ത് കേരളത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്. അത് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊണ്ടേ പറ്റൂ. പിന്നെ ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ MSME മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസിങ് അത് പ്രധാനമന്ത്രി ഇരുന്ന യോഗത്തിലാണ് ദേശീയ തലത്തിൽ നമുക്കതിൻ്റെ അംഗീകാരം കിട്ടുന്നത്. നമ്മൾ കാണേണ്ടതാണ്. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ച P. രാജീവ് മിനിസ്റ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കൊച്ചിയിൽ നിങ്ങളുടെ ജിനീഷ് ആൻഡ് സെബാസ്റ്റ്യൻ ഇവരൊക്കെ പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രസ് കോൺഫറൻസിൽ എന്നുള്ളതാണ്. അവിടെ ലാപ്ടോപ്പ് തുറന്ന് ആരോടും ഏതൊക്കെയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആ സ്ഥാപനങ്ങളുടെ ഒക്കെ വിവരവും വിശദാംശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു ആ പ്രസ് കോൺഫറൻസ് എന്നുള്ളത്. നിങ്ങൾ ദയവ് ചെയ്ത് അവരോട് അതൊന്ന് ചോദിച്ച് കേരളത്തിലെ ജനങ്ങളോട് ഇതൊക്കെ ഒന്ന് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളം മാറുന്നു എന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാർ യുവജനങ്ങൾ മനസ്സിലാക്കണം. അവർ വളരട്ടെ, അവർക്കൊരു പ്രതീക്ഷ കൊടുക്കട്ടെ. ഈ കാലഘട്ടത്തിൽ BJP രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കാൻ വെക്കുമ്പോൾ, പ്രതീക്ഷയില്ലാത്ത തരത്തിലേക്ക് ഇടപെടുമ്പോൾ, 1-2 കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഇടപെടുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് കളമൊരുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ്. നമ്മുടെ മുമ്പിൽ തന്നെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കോട്ടയത്തെ വെള്ളൂരിലെ പേപ്പർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ അനുഭവമുണ്ട്. അത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. അതാണിപ്പോൾ കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമായി ലാഭകരമായി കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ പേപ്പർ വാങ്ങുന്ന സ്ഥാപനമാക്കി വളർത്തിയെടുത്തത് കേരളത്തിലെ ഗവൺമെന്റ്. അങ്ങനെ കേരളത്തിൽ ഒരു വലിയ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അത് വ്യവസായത്തിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF ഭരിക്കുന്ന സമയത്ത് കേരളത്തിലെ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതായിരുന്നു. സ്കൂളുകൾ പൊളിച്ച് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങാൻ തീരുമാനിച്ചതായിരുന്നു. അവിടെയാണ് കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരൻ അന്തരിച്ചു പോയ MT ഉൾപ്പെടെ ഇറങ്ങി വന്ന് മാനുഷാദ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിച്ച് മികച്ച വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമുണ്ട്. നമ്മുടെ ആരോഗ്യരംഗത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന സമയത്തും സേവന രംഗത്ത് വലിയ രീതിയിൽ ഇടപെടുകയാണ് കേരളത്തിലെ ഗവൺമെന്റ്. അഭൂതപൂർവമായ മുന്നേറ്റം സേവന രംഗത്ത്, നമ്മുടെ വികസന രംഗത്തൊക്കെ നടത്തുന്നുണ്ട്. അത് നിങ്ങളുടെ ചാനലിൽ തന്നെ രാത്രി ഇരുന്ന് നിങ്ങളുടെ സീനിയർ റിപ്പോർട്ടർമാരെല്ലാം അവതരിപ്പിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും. കേരളത്തിലെ റോഡുകൾ, കേരളത്തിലെ പാലങ്ങൾ, കേരളത്തിലെ ആശുപത്രികൾ, കേരളത്തിലെ സ്കൂളുകൾ, കേരളത്തിലെ ക്യാമ്പസുകൾ എല്ലാം മികച്ചതായി മാറുന്നു. പോരായ്മ ഉണ്ടാകാം, എന്നാലും വലിയ മാറ്റത്തിലേക്ക് കേരളം വരികയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപം ഈ വ്യവസായികളുടെ ഭാഗത്തു നിന്ന് വ്യവസായ സൗഹൃദമല്ല കേരളം എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഞാനിവിടെ കുറെ IBMന്റെ ഹെഡ് ഓഫ് IBM പറഞ്ഞിരുന്ന സോഫ്റ്റ്വെയർ വിഭാഗത്തിന്റെ ഹെഡ് പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട്. കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ പോസിറ്റീവാണ് എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റാണ്. IBMന്റെ തലവൻ, ഇൻഫോസിസിന്റെ തലവൻ പറയാണ് കേരളം വലിയ രീതിയിൽ വ്യവസായ സൗഹൃദമാണ് എന്ന്. അങ്ങനെ എത്രയെത്ര, നേരത്തെ പട്ടാഭിരാമന്റെ ഞാൻ പറഞ്ഞു, കേരളം വ്യവസായ സൗഹൃദ സ്ഥലമാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. എന്തിന്? നിങ്ങൾ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കോൺഗ്രസിന്റെ തന്നെ ശബരിനാഥൻ പറഞ്ഞിരിക്കുകയാണ് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വളരുകയാണ് എന്ന്. കേരളത്തിൽ ആര് പറയുക? ഈ കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ നേതാവ്, മുൻ MLA ശബരിനാഥൻ ഉൾപ്പെടെ പറയുക. ഞങ്ങൾ ഇതൊന്നും വെച്ച് വലിയ രീതിയിൽ അഹങ്കരിച്ചു പോവുകയല്ല. സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികളെ കുറിച്ചുകൂടി അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ഈ വിമർശനത്തിന് ഇടവരില്ലായിരുന്നു എന്നുള്ള കാര്യമാണ്. അത് ശശി തരൂർ ചെയ്തില്ല. കല്ലിട്ട് പോകുന്ന മുഖ്യമന്ത്രിയും എല്ലാം ശരിയാക്കാമെന്ന്
എന്ന് പറഞ്ഞു പോകുന്ന മുഖ്യമന്ത്രിയും എല്ലാം നമ്മൾ ഇവിടെ കേരളത്തിൽ കണ്ടതാ. പക്ഷേ ശരി, ഇവിടെ തിരിച്ചെത്താം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.